കോട്ടയത്ത് നിന്ന് ഒരു ദുഃഖവാർത്ത വരുന്നു. മാങ്ങാനത്ത് അമ്മ മരിച്ചതറിയാതെ മാനസിക വെല്ലുവിളി നേരിടുന്ന മകൻ മൃതദേഹത്തിനരികിലിരുന്നത് 3 ദിവസം. കൊല്ലം പറമ്പിൽ ഭാനുമതിയാണ് മരിച്ചത്. ഭാനുമതി മരിച്ച വിവരം ബന്ധുക്കളോ നാട്ടുകാരോ അറിഞ്ഞിരുന്നില്ല. മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണെന്ന് അയൽവാസികൾ പറയുന്നു. അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, വല്ലാത്തൊരു സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അമ്മ മരിച്ചു എന്നത് അറിയാൻ പോലും കഴിയാത്തൊരു മകൻ മൃതദേഹത്തിന് കാവലിരിക്കുക. എപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്? എങ്ങനെയാണ് പിന്നെ ഈ നാട്ടുകാർ അറിഞ്ഞത്? അഖിൽ, ഡോക്ടർ അരുൺകുമാർ, സംഭവം പുറത്തേക്ക് അറിയുന്നത് ഇന്നലെ വൈകുന്നേരമാണ്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഭാനുമതി 2 ദിവസമായിട്ട് പുറത്തേക്ക് കാണാതെ വന്നതോട് സംശയം തോന്നിയാണ് നാട്ടുകാർ അയൽവാസികൾ പോകുന്നത്. പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തിയാണ് ഇത്തരത്തിൽ വെല്ലുവിളി നേരിടുന്ന മകനെ അവിടെ നിന്ന് മാറ്റുന്നത്. 80 വയസ്സിന് മുകളിൽ പ്രായമുണ്ട് ഭാനുമതിക്ക്. രോഗബാധിതയായിരുന്നു, അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ അമ്മയും മകനും മാത്രമായിരുന്നു ഈ വീട്ടിൽ താമസിച്ചിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. ഈ പോലീസ് എത്തി ഈ മകനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അമ്മ മരിച്ചു എന്ന് മകൻ പറയുന്നുണ്ട്. അവൻ മരിച്ചു എന്ന കാര്യം മകൻ അറിയാമായിരുന്നു, മരിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ മൃതദേഹത്തെ വിട്ടുപോകാൻ തയ്യാറായിരുന്നില്ല എന്നതാണ്. കാരണം അമ്മയോട് അത്രത്തോളം അറ്റാച്ച്ഡ് ആയിരുന്നു. അമ്മയ്ക്കും ഒപ്പമായിരുന്നു ഈ കുറെ കാലം അമ്മയും മകൻ മാത്രമായി ജീവിച്ചു വരുന്നതാണ്. അപ്പോൾ അമ്മയോട് അറ്റാച്ച്ഡ് ആയിരുന്നു. മറ്റാരെങ്കിലും പറയാനോ അല്ലെങ്കിൽ ഈ മൃതദേഹത്തിന് അടുത്ത് നിന്നും വരാനോ തയ്യാറായിരുന്നില്ല. പോലീസൊക്കെ ഏറെ പണിപ്പെട്ടാണ് അവിടെ നിന്നും മകനെ മാറ്റിയതെന്നാണ് പോലീസ് അടക്കം വിശദീകരണം പറയുന്നത്. ഇന്നലെ രാത്രിയോട് തന്നെ പിന്നെ തുടർ നടപടികൾ സ്വീകരിച്ച് പോലീസ് മൃതദേഹം അടക്കം മെഡിക്കൽ കോളേജിലേക്ക് അടക്കം മാറ്റുകയും ചെയ്തിരുന്നു. ഏറെ ദുഃഖകരമായ കാര്യമാണ്. അതായത് അമ്മയുടെ മൃതദേഹത്തിന് മുൻപിൽ, അതായത് അമ്മയെ മരിച്ചതിൽ അറിഞ്ഞിട്ടും വിട്ടുമാറാൻ വിഷമമായിട്ട് അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. ഡോക്ടർ അരുൺകുമാർ, അതൊരു സങ്കടപ്പെടുത്തുന്ന വാർത്തയാണെന്ന് ആലോചിച്ച് നോക്കൂ. മാനസിക വെല്ലുവിളി നേരിടുന്ന ആ മകനും അമ്മയും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അമ്മ മരിച്ചു എന്നത് അറിയാതെ മകൻ ഇങ്ങനെ കാവലിരിക്കേണ്ടി വരിക എന്നുള്ളത് അത്രമാത്രം സങ്കടകരമായ ഒരു അവസ്ഥയാണ്, അല്ലേ? പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അങ്ങനെ ഒട്ടേറെ അവസ്ഥകളുണ്ടെന്നേ. നമ്മളൊക്കെ കരുതും നമ്മളൊക്കെ ജീവിക്കുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. നമ്മളെക്കാൾ ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ ഒരുപാട് പേരുണ്ട്. ചില സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാലുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പനി വന്നാൽ നമുക്ക് ചികിത്സിച്ച് മാറ്റാം. കാലൊടിഞ്ഞാൽ അതൊരു പ്ലാസ്റ്റർ ഇട്ട് മാറ്റാം, അല്ലെങ്കിൽ ഒരു സർജറി നടത്തി മറ്റെന്തെങ്കിലും ഒരു മുഴ വേണമെങ്കിൽ നീക്കാം. പക്ഷേ മാനസികമായ വെല്ലുവിളി നേരിട്ട് തുടങ്ങിയാൽ പിന്നെ അവർക്കൊപ്പം ആ കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു സാഹചര്യം വല്ലാതെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇതൊക്കെ നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ, മടങ്ങി വരാവുന്നതേ ഉള്ളൂ ജീവിതത്തിലേക്ക്, സാധാരണ നിലയിലേക്ക്. പക്ഷേ അപ്പോഴും മാനസിക വെല്ലുവിളി നേരിട്ട് തുടങ്ങുന്ന മനുഷ്യർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. പലപ്പോഴും നമ്മളൊന്നും അവരെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവം, അല്ലേ? അവർക്ക് സമൂഹത്തിൻ്റെ ഒരു കരുതലും കരുണയും ഒക്കെ ആവശ്യമുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 8:14. ഒരു പ്രേക്ഷകൻ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏക വഴി അതിനെ നേരിടുക എന്നത് തന്നെയാണ്. അതിപ്പോൾ തനിച്ചായാലും ഏതൊരു അവസ്ഥയിലായാലും നേരിടുക തന്നെ വേണം. സഹായത്തിന് ആരും വന്നില്ലെങ്കിലും പോരാടുക തന്നെ വേണം എന്നാണ് ഇതിൽ വിജയ് തന്നെ പറഞ്ഞു. നിങ്ങൾ ചില സമയങ്ങളിൽ നിങ്ങളെ ഒരു ബ്ലേഡിനെ പോലെ കണക്കാക്കൂ എന്നാണ്. ഒരു ബ്ലേഡിനെ പോലെ കണക്കാക്കി നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടൂ, വിജയം നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരും എന്നുള്ളതാണ്. അപ്പോൾ വെട്രി സുനി